everyone, NTA UGC December 2022 എക്സാമിൽ എക്കണോമിക്സിന്റെ ഷിഫ്റ്റ് 1 ചോദിച്ചിട്ടുള്ള പേപ്പർ 1 ചോദ്യങ്ങളും അതിന്റെ ഫൈനൽ ആൻസറിൽ കൊടുത്തിട്ടുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഓരോ ചോദ്യത്തിന്റെയും വളരെ ഡെപ്ത് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്ക് ആയിരിക്കില്ല നമ്മൾ പോവുക. ഓരോ ക്വസ്റ്റ്യൻസും അതിന്റെ ഫൈനൽ ആൻസർ കീയിലെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവും NTAയുടെ ഫൈനൽ ആൻസർ കീയിൽ അവർ തന്നിട്ടുള്ള കറക്റ്റ് ആൻസേഴ്സും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ NTA UGCയുടെ ഡിസംബർ 2022 എക്കണോമിക്സിന്റെ ഷിഫ്റ്റ് 1 ചോദിച്ചിട്ടുള്ള പേപ്പർ 1 ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ പൊതുവിൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു നേച്ചർ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ആദ്യം നമ്മൾ പോകാനായിട്ട് അല്ലെങ്കിൽ നോക്കാനായിട്ട് പോകുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിൽ നിന്നും ഈ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലേക്കാണ്. സോ ഹിയർ ഹാവ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ 2 സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ളതാണ്. സോ സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചാൽ ഇത് ഏത് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇറ്റ്സ് ഫ്രം ദി ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ. ഓക്കെ, ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഒരു ഏരിയ ആണ്. സോ അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് നമുക്ക് ആദ്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ് പറയുന്നത്? ഇൻ ഫോർമേറ്റീവ് ഇവാലുവേഷൻ ദി ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി സ്റ്റുഡൻസ് ആർ റിപ്പോർട്ടഡ് ടു പേരൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. And statement 2 says in summative evaluation, the teacher clarifies the doubts of students in the class itself. So നിങ്ങൾ വ്യക്തമായിട്ട് ഈ 2 ഇവാലുവേഷൻ ടൈപ്സിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആൻസർ ഇപ്പം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ബേസിക്കലി നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഒരു കോഴ്സിനിടയിൽ ഡ്യൂറിങ് ദ കോഴ്സ് ആണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ സംഭവിക്കേണ്ടത്. അത് മാത്രമല്ല ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ ലേണേഴ്സിന് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കുക, ഇതൊക്കെയാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സമ്മേറ്റീവ് ഇവാലുവേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഒരു കോഴ്സിന്റെ അവസാനം, ആ ഒരു കോഴ്സിന്റെ അവസാനം നമുക്ക് നടത്താൻ സാധിക്കുന്നത്. അതായത് നമുക്കൊരു സെമിസ്റ്റർ എക്സാമോ അല്ലെങ്കിൽ നമുക്കൊരു ഇയർലി എക്സാമോ അങ്ങനെയൊക്കെയുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്താൽ അതൊക്കെ സമ്മേറ്റീവ് ഇവാലുവേഷൻ്റെ എക്സാമ്പിൾ ആണ്. നമ്മുടെ ബോർഡ് എക്സാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സമ്മേറ്റീവ് ഇവാലുവേഷൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ്റെ ഉദ്ദേശം നമുക്കൊരു ഗ്രേഡ് തരിക, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരിക എന്നുള്ളതൊന്നുമല്ല. അത് ജസ്റ്റ് നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ ഇവാലുവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഗ്രസ് കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഒരു ഫീഡ്ബാക്ക് തരിക എന്നൊക്കെയുള്ളതാണ്. സമ്മേറ്റീവ് ഇവാലുവേഷൻ ഉദ്ദേശം അപ്പോൾ എന്താണ്? കൃത്യമായി നമുക്കൊരു ഗ്രേഡ് അസൈൻ ചെയ്യുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുക, ഇങ്ങനത്തെ ഉദ്ദേശങ്ങളൊക്കെയാണ് സമ്മേറ്റീവ് ഇവാലുവേഷനുള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യം ഫോർമേറ്റീവ് ഇവാലുവേഷൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? സമ്മേറ്റീവ് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചിന്തിക്കാം. സമ്മേറ്റീവ് ഇവാലുവേഷന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് തന്നിരിക്കുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോർമേറ്റീവ് ഇവാലുവേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ്ലി നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 2 സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫോൾസ് ആണ് ദ റൈറ്റ് ആൻസർ. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. സോ ഈ ക്വസ്റ്റ്യൻ അഗെയിൻ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ സ്വയം എന്ന് പറയുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. സ്വയം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ മൂക്ക് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ അതിനു മുമ്പ് ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സ്വയം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓൺലൈൻ മെത്തേഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഇങ്ങനെ ടീച്ചിങ് ലേണിങ്ങിന് ഉപയോഗിക്കുന്ന ഓൺലൈൻ മെത്തേഡ്സ്, ഇപ്പോൾ സ്വയം അതുപോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് 3 മൊഡ്യൂൾസിൽ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻറ്റ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂൾ തന്നെയാണ്. കാരണം നമുക്ക് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ ഇങ്ങനെയുള്ള ഓൺലൈൻ ആയിട്ടുള്ള മെത്തേഡ്സിനെ കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് പരിശോധിച്ചാലും കൂടുതലും ഈ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നിങ്ങൾ ICTയിലേക്ക് വരുമ്പം ഹയർ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഏരിയ നമ്മുടെ സിലബസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്വസ്റ്റ്യൻസും അങ്ങനെ യൂഷ്വലി വരാറുണ്ട്. സോ വേണമെങ്കിൽ ICTയിലും നമുക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഹയർ എഡ്യൂക്കേഷനും അറ്റ് ടൈംസ് നമുക്ക് കോമ്പിനേഷനൊക്കെ ആയിട്ട്, ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ആയിട്ട് അറ്റ് ടൈംസ് നമുക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ കാണാനായിട്ട് കഴിയുന്നതാണ്. അപ്പം ഈ മെത്തേഡ്സ്, അല്ലെങ്കിൽ എസ്പെഷ്യലി ഓൺലൈൻ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഈ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഏരിയ ആണ്. പക്ഷെ കൂടുതലും ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ തന്നെയാണ്. സോ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങളൊന്ന് നോക്കിയാൽ, സ്റ്റേറ്റ്മെന്റ് 1 says സ്വയം is a program initiated by Government of India and designed to achieve the 6 cardinal principles of educational policy. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ പരിശോധിച്ചാൽ സ്വയം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനിഷ്യേറ്റീവ് തന്നെയാണ്. എഡ്യൂക്കേഷൻ പോളിസിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ചില കാർഡിനൽ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് സ്വയം പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സ്വയം എന്ന് പറയുന്ന പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തു എന്നുള്ളതും ശരിയാണ്. പക്ഷെ പ്രോബ്ലം എവിടെയാണ്?
ഈ സ്റ്റേറ്റ്മെന്റിൽ 6 കാർഡിനൽ പ്രിൻസിപ്പിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് റോങ്. 6 അല്ല, 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് ആണ് എഡ്യൂക്കേഷൻ പോളിസിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആക്സസ്, ഇക്വിറ്റി, എക്സലൻസ് അങ്ങനെ തുടങ്ങി 3 പ്രധാനപ്പെട്ട കാർഡിനൽ പ്രിൻസിപ്പിൾസ് ആണുള്ളത്. സോ ഇൻ ദാറ്റ് സെൻസ് ആ 6 എന്ന് പറയുന്ന ഒരു നമ്പർ അവിടെ വന്നിരിക്കുന്നത് കൊണ്ട് അത് തെറ്റാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറയുന്നത്? സ്വയം ഹാസ് ബീൻ ഡെവലപ്ഡ് കോപ്പറേറ്റീവ്ലി ബൈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ദ നൗ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫോസിസ്. സോ സ്വയം പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇനിഷ്യലി ഇത് ആരാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല ഇപ്പോഴത്തെ കറണ്ട് സ്വയം പ്ലാറ്റ്ഫോം അത് ആരാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഇനിഷ്യൽ സ്റ്റേജിലുള്ള സ്വയം പ്ലാറ്റ്ഫോമിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിലെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അത് എങ്ങനെ ആര് ഡെവലപ്പ് ചെയ്തു എന്നുള്ള ഒരു തോട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. പക്ഷെ ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇൻഫോസിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല. മൈക്രോസോഫ്റ്റ് ആയിരുന്നു ആദ്യം ഈ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻ ദാറ്റ് സെൻസ് ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളും തെറ്റാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and statement 2 are false will be the right answer. That is option B. Moving to the next question, which of the following is said to occur without reinforcement of particular responses and seems to involve changes in the ways information is processed? And we have the options passive learning, latent learning, active learning and insight learning. So different learning types നമുക്ക് തന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ഡെഫിനേഷൻ നമ്മുടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ആ ഡെഫിനേഷൻ ഈ തന്നിരിക്കുന്നതിൽ ഏതുമായി കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഈ എക്സ്പ്ലനേഷൻ ബേസിക്കലി ഡയറക്ട്ലി കണക്റ്റഡ് ടു ഓപ്ഷൻ ബി ആണ്, ലേറ്റന്റ് ലേണിംഗ് ആണ്. അപ്പോൾ എന്താ ലേറ്റന്റ് ലേണിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് സെഡ് ടു അക്വർ വിതൗട്ട് റീഇൻഫോഴ്സ്മെന്റ് ഓഫ് പെർട്ടിക്കുലർ റെസ്പോൺസസ് ആൻഡ് സീംസ് ടു ഇൻവോൾവ് ചേഞ്ചസ് ഇൻ ദ വേസ് ഇൻഫർമേഷൻ ഇസ് പ്രോസസ്ഡ്. സോ എനിവേ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി, that is latent learning. Moving to the next question, according to Brown and Sufetelli Parker, which of the following are the elements of cooperative learning? നമുക്ക് ചില ഓപ്ഷൻസ് തന്നിരിക്കുകയാണ്. ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി, ഡെമോൺസ്ട്രേഷൻ, ബ്രെയിൻ സ്റ്റോമിംഗ്, ഗ്രൂപ്പ് പ്രോസസ്സിംഗ്, സോഷ്യൽ സ്കിൽസ്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നിന്ന് ബേസിക്കലി ക്വസ്റ്റ്യൻ എന്താണ്? കോപ്പറേറ്റീവ് ലേണിംഗ്. ഇതൊരു ടീച്ചിങ് മെത്തേഡായിട്ട് നമുക്ക് ഐഡന്റിഫൈ. അപ്പോൾ ഈ കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്ന ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ ലേണിംഗ് മെത്തേഡിൻ്റെ എലിമെന്റ്സ് ആയിട്ട് വരുന്നത് ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളെ ഗ്രൂപ്പ്സ് ആക്കി അവർക്ക് വർക്ക് ചെയ്യുക, അവർ പിയേഴ്സ് അവരൊന്നിച്ച് അവരുടെ സെയിം ഏജിലുള്ള അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലാണെങ്കിൽ സ്റ്റുഡൻസ് ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് അവർ ചില കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് അവർ പഠിക്കുകയാണ്. സോ അവിടെ ജസ്റ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിക്കുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷെ ഒരു ഗ്രൂപ്പിൽ അവരെങ്ങനെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിനോട് അസോസിയേറ്റ് ചെയ്ത് അവർ പഠിക്കേണ്ട കാര്യങ്ങൾ കൂടി അവർക്ക് മനസ്സിലാകുക എന്നുള്ളതും കോപ്പറേറ്റീവ് ലേണിംഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോപ്പറേറ്റീവ് ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സിനെ കുറിച്ച് പറഞ്ഞാൽ 5 ബേസിക് എലമെന്റ്സ് ആണ് കോപ്പറേറ്റീവ് ലേണിംഗുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഈ ഓപ്ഷൻസിനകത്ത് നിന്ന് ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 5 ബേസിക് എലമെന്റ്സിലെ 3 ഓപ്ഷൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഏതൊക്കെയാണത്? A, individual accountability, D, group processing and E, social skills. So 3 നിങ്ങൾ ഓൾറെഡി ഇവിടെ നിന്ന് തന്നെ പഠിച്ചിരിക്കുകയാണ്. ഈ ക്വസ്റ്റ്യനിൽ തന്നെ കോപ്പറേറ്റീവ് ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള 3 പ്രധാനപ്പെട്ട എലമെന്റ്സ് പഠിച്ചിട്ടുണ്ട്. സോ ബാക്കിയുള്ളത് കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. സോ A, individual accountability, D, group processing and E, social skills. ഇത് 3 ആൻസർ ആയിട്ട് ഈ ക്വസ്റ്റ്യനിൽ വരാം. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ C. Moving to the next question, given below are 2 statements. Again statement question ആണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് നമുക്കിപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലേ? സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് അറിയാം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയാമെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്തിക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. കാരണം എന്താ? 2 സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ട് തരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫിക്കൽട്ടാണ് നമുക്ക് ചില സമയത്ത് ആൻസർ ചെയ്യാൻ. പക്ഷേ അങ്ങനെയാണ് നമുക്കിപ്പോൾ ട്രെൻഡ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കോൺസെപ്റ്റുകൾ നന്നായി മനസ്സിലാക്കുക, കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. So statement 1 എന്താ? Good teaching is formal in nature. Statement 2 says there is no difference between teaching and training. So 2 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് ഫൈനൽ ആൻസർ കീയിൽ അവർ എടുത്തിട്ടുണ്ടായിരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ് എന്ന് പറയുന്ന ആൻസർ ആണ് അവർ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഗുഡ് ടീച്ചിങ് ഇസ് ഫോർമൽ ഇൻ നേച്ചർ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. സോ ബോത്ത് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് എന്നുള്ളതാണ് ഫൈനൽ ആൻസർ കീഴിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ.
സോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ചോദ്യങ്ങൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A conceptual hypothesis is drawn from the implications of and we have the options prediction, theory, spurious relation, time order. So hypothesis, conceptual hypothesis endil ninnanu nammal draw cheyidedukunnathu. It is drawn from the implications of a theory, right? Theory il ninnanu nammal hypothesis create cheya. So the right answer for this question is option B. Moving to the next question, in inductive approach, theory is generated out of. So, നമുക്കറിയാം approaches to research വളരെ important ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ. സോ അപ്രോച്ചസ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇൻഡക്റ്റീവ് അപ്രോച്ച് ഉണ്ട്, ഡിഡക്റ്റീവ് അപ്രോച്ച് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ഉണ്ട്, പോസിറ്റിവിസ്റ്റിക് ആസ് വെൽ ആസ് പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഇതിനെ നമുക്ക് ഇന്റർലിങ്ക് ചെയ്ത് പഠിക്കാം, കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. മേജർ ആയിട്ടുള്ള പോയിന്റ്സ് നന്നായി നിങ്ങൾ മനസ്സിലാക്കുക. ഈ അപ്രോച്ചസിനെ ടൈപ്സ് ഓഫ് റിസർച്ചുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ആശയങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിസർച്ചിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മേഖലയാണ് അപ്രോച്ചസ് ടു റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, ഇൻഡക്റ്റീവ് അപ്രോച്ച് തിയറി എന്തിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ റൈറ്റ് ആൻസർ വിച്ച് വാസ് ഗിവൻ ഇൻ ദി ഓപ്ഷൻ ഓർ ദ ഫൈനൽ ആൻസർ കീ വാസ് റിസർച്ച് ഡൺ. ഓക്കെ, അപ്പോൾ ഇൻഡക്റ്റീവ് അപ്രോച്ച് തിയറി എന്തിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്, ചെയ്തിരിക്കുന്ന റിസർച്ചിൻ്റെ ബേസിലാണ് നമ്മൾ ഇൻഡക്റ്റീവ് അപ്രോച്ച് തിയറീസ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫൈനൽ ആൻസർ കീഴിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ B. Moving to the next question, when a sampled individual is observed over a predetermined period of time in structured observation, it is called, and we have the options focus sampling, observed sampling, random sampling and purposive sampling. So sampling related ആയിട്ട് നമ്മളോട് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് എന്താ, ഒരു സാമ്പിൾഡ് ഇൻഡിവിജ്വലിനെ ഒരു പ്രീഡിറ്റർമൈൻഡ് ഓൾറെഡി ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഒബ്സർവ് ചെയ്യാണ് ഇൻ എ സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം, എന്താണ് അതിന് കൊടുക്കാൻ കഴിയുന്ന ടേം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ A, that is focus sampling. Moving to the next question, in ethnographic research, the researcher involves himself in a dash over a period of time. Philosophical discourse, political campaign, financial transaction and social setting. So ethnographic research എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഒരു എത്നിക് ഗ്രൂപ്പിനെയൊക്കെ നമ്മൾ പഠിക്കുകയാണെന്ന് വിചാരിക്കില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ അവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സോ അവരുടെ ഹെറിറ്റേജിനെ കുറിച്ച് എന്തെങ്കിലും ആസ്പെക്ട്സ് നമ്മൾ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ എത്നോഗ്രാഫിക് റിസർച്ചിൽ എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം എന്താ, നമുക്കൊരു എത്നോഗ്രാഫിക് റിസർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആസ് എ റിസർച്ചർ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറണം അല്ലേ. അവരുടെ കൂടെ അവരുടെ ഒരു റിയൽ ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറി അവരെ ഒബ്സർവ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് റിയൽ ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ, ഇൻ എത്നോഗ്രാഫിക് റിസർച്ച് ദ റിസർച്ചർ ഇൻവോൾവ്സ് ഹിംസെൽഫ് ഇൻ എന്താണ്, ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരു സോഷ്യൽ ലിവിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു റിസർച്ചർ മാറുന്നിടത്താണ്, ഇൻവോൾവ് ചെയ്യുന്നിടത്താണ് എത്നോഗ്രാഫിക് റിസർച്ച് സക്സസ്ഫുള്ളി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇൻ ദാറ്റ് റെസ്പെക്ട് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഒബ്വിയസ്ലി ഓപ്ഷൻ D, ദാറ്റ് ഇസ് സോഷ്യൽ സെറ്റിംഗ്. സോ റിസർച്ചിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 says the double blind procedure is an effective solution to the issue of experimenter bias in research. Statement 2 says the problem of experimenter bias can also be solved by non-verbal cueing of the participants. In the light of the above statements, choose the correct answer from the options given below. So ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ പരിശോധിക്കുകയാണ്. ഇപ്പോൾ റിസർച്ചിൽ നമ്മൾ ഡേറ്റ ഒക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ചില മെത്തേഡ്സിനെ, സ്ട്രാറ്റജീസിനെ അല്ലെങ്കിൽ ടെക്നീക്സിനെ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പരിശോധിച്ചാൽ ഇതിനകത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഡബിൾ ബ്ലൈൻഡ് പ്രൊസീജിയർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്, റിസർച്ചിന് അല്ലെങ്കിൽ ഒരു റിസർച്ച് നടത്തുന്ന സമയത്ത് എക്സ്പെരിമെന്ററിന് ഉണ്ടാവാവുന്ന ബയസസ് ഉണ്ട്. അപ്പോൾ ആ എക്സ്പെരിമെന്റിന് ഉണ്ടാവുന്ന ബയസ് തീർച്ചയായിട്ടും ഫൈനൽ റിസൾട്ടിനെ ബാധിക്കാം. സോ ആ എക്സ്പെരിമെന്റൽ ബയസ് എന്ന് പറയുന്ന ഇഷ്യൂ റിസർച്ചിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഡബിൾ ബ്ലൈൻഡ് പ്രൊസീജിയർ എന്നുള്ളത്. സോ എന്താണ് ഈ ഡബിൾ ബ്ലൈൻഡിങ് അല്ലെങ്കിൽ ഡബിൾ ബ്ലൈൻഡ് പ്രൊസീജിയർ എന്താണ് എന്നൊക്കെയുള്ളതിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത് നന്നായിരിക്കും. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഇൻ ദാറ്റ് സെൻസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ C, ദാറ്റ് ഇസ് സ്റ്റേറ്റ്മെന്റ് 1 is true but statement 2 is false. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. സോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന 5 ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന മൊഡ്യൂളിലെ ചോദ്യങ്ങളാണ്. First question goes like this: the arrival of interactive communication technologies has been described as, and we have the options: the first media age, the second media age,
post-media age and post-technology age. അപ്പം interactive communication technologies അതിൻ്റെ arrival അല്ലെങ്കിൽ ആ ഒരു ഏജിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ് question. So the right answer for the question is option B, that is second media age. Moving to the next question, one of the features of broadcast communication is that it is, and we have the options static for the audience, hidden from the audience, hybrid for the audience and live for the audience. And broadcast communication the pratyekada, one of the features adana nammal identify endadu. So the right answer given in the final answer key is option D, that is live for the audience. Adutha chodyam, a cold medium has the features of, and we have the options high definition, high participation, it provides small amount of information, tends not to be supplemented by hot media, supplanted by hot media. So ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കൂൾ മീഡിയ അതുപോലെ ഹോട്ട് മീഡിയ എന്ന് പറയുന്ന ആശയത്തിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ NTA UGC ഡിസംബർ 2022 പരീക്ഷയിൽ പല ഷിഫ്റ്റുകളിലും ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ മാർഷൽ മക്ലുഹൻ എന്ന് പറയുന്ന തിയറിസ്റ്റിന്റെ ഐഡിയ ആണിത്. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഈ ഒരു ഐഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ കൂൾ മീഡിയ അല്ലെങ്കിൽ ഹോട്ട് മീഡിയ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ എനിവേ ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് ഉള്ളത് നമുക്ക് പറയാം. ദാറ്റ് ഇസ് ഓപ്ഷൻ സി, B, C and E only ആണ്. ഹൈ പാർട്ടിസിപ്പേഷൻ, it provides small amount of information and supplanted by hot media. So these are the right options. So the right answer for this question is option C. Moving to the next question, which of the following directly affect or influence the listening skills of the students? And we have the options: students' protocol, administrative interest, speed of the speech, timing of the speech and the regional accent. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലിസണിങ് സ്കില്ലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഡയറക്ട്ലി അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. So from the options നമുക്ക് ഏതൊക്കെ എടുക്കാം? Speed of the speech, timing of the speech, the regional accent. So C, D and D only is the right answer. So the right option will be option C. Moving to the next question, given below are two statements. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് തന്നിരിക്കുകയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? The power elites by controlling the communication media extend their hegemonic rule further as a statement of myth. And statement 2 says, through communication media, they always plan to win over the common publics and continue to overload them. And we have the options given as both statement 1 and statement 2 are true, both statement 1 and statement 2 are false, statement 1 is true but statement 2 is false, statement 1 is false but statement 2 is true. So ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? പവർ എലീറ്റ്സിന് കമ്മ്യൂണിക്കേഷൻ, അതായത് മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയ കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു ഹെജിമോണിക് റൂൾ അല്ലെങ്കിൽ ഒരു പവർ ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനകത്തൊരു ഒരു പവർ ഉണ്ട് എന്നുള്ളത് അത് റിയാലിറ്റി അല്ല, അത് മിത്താണെന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് 1. പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 അതിനെ ഒരു റിയാലിറ്റി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ത്രൂ കമ്മ്യൂണിക്കേഷൻ മീഡിയ ദേ ഓൾവേസ് പ്ലാൻ ടു വിൻ ഓവർ ദി കോമൺ പബ്ലിക്സ് ആൻഡ് കണ്ടിന്യൂ ടു ഓവർലോ ദം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാവുള്ളൂ. ആദ്യത്തേത് അത് മിത്തായിട്ടും രണ്ടാമത്തേതിൽ അത് റിയാലിറ്റി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇൻ ദാറ്റ് സെൻസ് നമുക്ക് പറയാം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 is false but statement 2 is true. That is option D. So the right answer is option D itself. So moving to the next set of questions, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന 5 ചോദ്യങ്ങൾ ലോജിക്കൽ റീസണിംഗ് എന്ന മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ്. So we have the first question from logical reasoning. Although I am very happy to win the lottery, I am also a little worried. The last time I had won a lottery, my pocket was picked the next morning. Which logical fallacy is committed in the above argument? So നമുക്ക് various options ഉണ്ട്. Post hoc, hasty generalization, red herring and false alternative. So ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നമുക്കൊരു ഇൻസിഡന്റ് തന്നിരിക്കുകയാണ്, ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. അപ്പോൾ ആ എക്സാമ്പിളിൽ വന്നിട്ടുള്ള ലോജിക്കൽ ഫാലസി ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. സോ ഈ ഒരു ഏരിയ, അതായത് നിങ്ങൾ ലോജിക്കൽ റീസണിങ് പഠിക്കുന്ന സമയത്ത് ഈ ഫാലസീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഏരിയ, ബോത്ത് ഇൻ വെസ്റ്റേൺ ലോജിക് ആസ് വെൽ ആസ് ഇൻ ഇന്ത്യൻ ലോജിക്. സോ ഇവിടെ നിങ്ങൾ പരിശോധിച്ചാൽ ഫാലസീനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. വി ഹാവ് ഫോർമൽ ഫാലസി ആസ് വെൽ ആസ് ഇൻഫോർമൽ ഫാലസി. സോ ഈ ക്വസ്റ്റൻ ഒബ്വിയസ്ലി എവിടെ നിന്നുള്ളതാണ്? ഇൻഫോർമൽ ഫാലസീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ ഈ ഇൻസിഡന്റ് നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ചാൽ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് പോസ്റ്റ് ഹോക്ക്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ഹോക്ക് എന്നുള്ളതാണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. Moving to the next question, which of the following statements are logically equivalent? We have various options given here. All aeroplanes are polluting vehicles. No polluting vehicles are aeroplanes. All non-polluting vehicles are non-aeroplanes. And no aeroplanes are non-polluting vehicles. And we need to identify the correct answer from the options that are given below.
സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ ഇത് എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന മോഡ്യൂൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഡിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 മെത്തേഡ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസസ് ഉണ്ട്, ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് ഉണ്ട്. അപ്പോൾ മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് സിലജിസം. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡിഡക്ഷൻ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസസിന്റെ ടൈപ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കൺവേർഷൻ, ഒബ്വേർഷൻ, കോൺട്രപൊസിഷൻ ഈ 3 വേസ് ത്രൂ ആണ് നമ്മൾ ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസസിലേക്ക് എത്തുന്നത്. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ആർഗ്യുമെന്റിൽ ഒരു സിംഗിൾ പ്രിമൈസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ കൺക്ലൂഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബേസിക്കലി പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ എത്തുന്ന ഇൻഫറൻസും ആ പറയുന്ന സ്റ്റേറ്റ്മെന്റും, അതായത് ഏത് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നിങ്ങൾ ഇൻഫറൻസിലേക്ക് എത്തുന്നു ആ 2 സ്റ്റേറ്റ്മെന്റ്സും ഇക്വലന്റ് ആയിട്ടുള്ള ആശയങ്ങളായിരിക്കും അല്ലെങ്കിൽ മീനിങ്സ് ആയിരിക്കും കൺവേ ചെയ്യുന്നത്. അപ്പോൾ ഈ കൺവേർഷൻ, ഒബ്വേർഷൻ, കോൺട്രപൊസിഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ലോജിക്കലി ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഐഡന്റിഫൈ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, അത് അങ്ങനെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എ, സി ആൻഡ് ഡി. എ എന്ന് പറയുന്നത് എന്താ? ഓൾ എയർപ്ലെയിൻസ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ്. സോ ഓൾ എയർപ്ലെയിൻസ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സി എന്താ? ഓൾ നോൺ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് ആർ നോൺ എയർപ്ലെയിൻസ്. ഓൾ നോൺ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് ആർ നോൺ എയർപ്ലെയിൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നോ എയർപ്ലെയിൻസ് ആർ നോൺ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ്. അപ്പോൾ ഇതിലൊന്ന് ഇതിന്റെ ഒബ്വേർഷനും മറ്റൊന്ന് ഇതിന്റെ കോൺട്രപോസിറ്റീവും ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ആൻസർ ഏതാണ്? സിയും ഡിയുമാണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ചോയ്സ്, ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ഡി. ആ 3 സ്റ്റേറ്റ്മെന്റ്സും ലോജിക്കലി ഇക്വലന്റ് ആണ്. Next question, if the statement all airplanes are polluting vehicles is given as true, then which of the following statements can be immediately inferred to be true? So നമുക്ക് ഇത് എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് all airplanes are polluting vehicles എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഉറപ്പായും ശരിയായി വരുന്ന സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓപ്ഷൻസ് നോക്കിയേ. No airplanes are polluting vehicles. Some airplanes are polluting vehicles. Some airplanes are not polluting vehicles. No polluting vehicles are airplanes. So ഈ ഓപ്ഷൻസ് നമ്മൾ പരിശോധിച്ചാൽ ഇതിനകത്ത് ഡി ഓപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ? ഈ സ്ക്വയർ ഓഫ് ഓപ്പോസിഷന്റെ റിലേഷൻഷിപ്പ് കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ആ 2 സ്റ്റേറ്റ്മെന്റ്സിന്റെയും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും സിമിലർ ആയിരിക്കണം. എയർപ്ലെയിൻസ് ആണ് ഓൾ എയർപ്ലെയിൻസ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്റ്റ്, പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് ആണ് ആ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രെഡിക്കേറ്റ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസിഷൻ മാത്രമേ സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിൽ അതിന്റെ ഒരു അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ വരാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ഡി ഓപ്ഷനിൽ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് സബ്ജക്റ്റും എയറോപ്ലെയിൻസ് എന്നാണ് പ്രെഡിക്കേറ്റഡ്. അപ്പോൾ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് അതൊരു ചോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് ഒരു പോയിന്റ് ആണ്. ഈ ലോജിക്കൽ റീസണിംഗ് സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ റിലേഷൻഷിപ്പ് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റുകളുടെയും സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് സിമിലർ ആണോ അല്ലയോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയം വെച്ചിട്ടാണെങ്കിൽ ഓൾ എയർപ്ലെയിൻസ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് ട്രൂ ആണെങ്കിൽ ഉറപ്പായിട്ടും ട്രൂ ആയിട്ട് നമുക്ക് ഇൻഫർ ചെയ്യാനായിട്ട് സാധിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? ഇത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. അപ്പോൾ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ട്രൂ ആവുമ്പോൾ പർട്ടിക്കുലർ അഫർമേറ്റീവും ട്രൂ ആയിരിക്കും. അപ്പോൾ സം എയർപ്ലെയിൻസ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് ഉറപ്പായിട്ടും എന്തായിരിക്കും? ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. സം എയർപ്ലെയിൻസ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് ഇസ് ഓപ്ഷൻ ബി. സോ അത് തന്നെയാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ ഈസി ക്വസ്റ്റൻ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ പഠിക്കാനായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ മിക്ക ഷിഫ്റ്റുകളിലും നിങ്ങൾക്ക് ഒരു ചോദ്യമെങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following propositions are so related that they cannot both be false although they may both be true? നിങ്ങൾ ഇവിടെ നോക്കി, ഇതും സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിൽ ഇപ്പം നമ്മൾ കണ്ട ചോദ്യങ്ങളിലാണെങ്കിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ. അപ്പോൾ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ എന്ന് മനസ്സിലായില്ലേ? സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ 2 പ്രൊപ്പോസിഷൻസ് ഐഡന്റിഫൈ ആണ് അല്ലേ? അവരുടെ പ്രത്യേകത എന്തായിരിക്കണം? Propositions are so related that they cannot both be false although they may both be true. എന്ന് പറഞ്ഞാൽ എന്താ? They can be true together but they cannot be false together. They can be true together but they cannot be false together. എന്ന് പറഞ്ഞാൽ അത് സബ് കോൺട്രറി റിലേഷൻഷിപ്പ് ആണ്. സബ് കോൺട്രറി റിലേഷൻഷിപ്പ് ആര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്? പെർട്ടിക്കുലർ അഫർമേറ്റീവും
particular negative. Particular affirmative എന്നകത്ത് ആരാ? Some cars are polluting vehicles. ഇനി particular negative ആരാ? Some cars are not polluting vehicles. അങ്ങനെയാണെങ്കിൽ right answer ഏതായിരിക്കണം? A and B only ആയിരിക്കണം right answer. That is option B. So obviously the right answer for this question is option B itself. Moving to the next question. So ഇത്രയും ചോദ്യങ്ങളും 5 ചോദ്യങ്ങളാണ് ലോജിക്കൽ റീസണിംഗ് എന്ന് ഉണ്ടായിരുന്നത്. എല്ലാ മൊഡ്യൂളിലും അങ്ങനെ തന്നെയാണ്. സോ ഈ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 4 ക്വസ്റ്റ്യൻസും എവിടെ നിന്നാണ്? വെസ്റ്റേൺ ലോജിക്കിൽ നിന്നാണ്. അവസാനം ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ലോജിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനർത്ഥം എല്ലാ ഷിഫ്റ്റിലും ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ളതല്ല. സോ ഇതേ പാറ്റേൺ തന്നെ തിരിഞ്ഞും വരാം. ചില ഷിഫ്റ്റുകളിൽ നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻസും ഇന്ത്യൻ ലോജിക്കിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വെസ്റ്റേൺ ലോജിക്കിൽ നിന്ന് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ 3, 2 എന്ന് പറയുന്ന പ്രൊപ്പോസിഷനിൽ വേണമെങ്കിൽ വരാം. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സോ ദാറ്റ് പഠിക്കുന്ന സമയത്ത് ഈ 2 ഏരിയാസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർഗ്യുമെന്റ്സ് ഇൻവോൾവ്സ് ദി ഫാലസി ഓഫ് ആശ്രയ സിദ്ധ എന്നുള്ളത് ക്വസ്റ്റ്യൻ. ദി സ്കൈ ലോട്ടസ് ഇസ് ഫ്രേഗ്രന്റ് ബിക്കോസ് ഇറ്റ് ഇസ് എ ലോട്ടസ് ലൈക്ക് ദി lotus of a lake. Sound is not eternal because it is produced. Sound is eternal because it is produced. Sound is eternal because it is audible. So fallacy എന്നുള്ളൊരു ചോദ്യമാണിത്. ഇന്ത്യൻ ലോജിക്കാണ്. അപ്പോൾ ഇന്ത്യൻ ലോജിക്കിൽ ഫാലസിയെ നമ്മൾ ഹേതുവാഭാജ് എന്ന് പറയും. സോ അതിനകത്തെ ആശ്രയ സിദ്ധ, അസിദ്ധ എന്ന് പറയുന്ന ഒരു ഫാലസി നമുക്കുണ്ട്. അതിന് അണ്ടറിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സോ അതിൻ്റെ ഒരു ടൈപ്പാണ് ആശ്രയ സിദ്ധ. സോ അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഓപ്ഷൻ ഏതാ? ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ദ സ്കൈ ലോട്ടസ് ഇസ് ഫ്രേഗ്രന്റ് because it is a lotus like the lotus of a lake. So the right answer is option A. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഈ ഫാലസിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഇങ്ങനെയുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏരിയാസ് കവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഈ ഒരു എക്സാമ്പിൾ ഡയറക്ട്ലി ആശ്രയിസിദ്ധ എന്താണെന്ന് പഠിക്കുന്ന സമയം നമ്മൾ ഡയറക്ട്ലി യൂസ് ചെയ്യുന്ന എക്സാമ്പിളാണ്. ഈവൻ നമ്മുടെ ക്ലാസ്സസ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ അറിയാം, നമ്മൾ ഇതേ എക്സാമ്പിളാണ് നമ്മൾ ആശ്രയസിദ്ധ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കാനായിട്ട് യൂസ് ചെയ്ത് എക്സാക്ട്ലി സെയിം എക്സാമ്പിളാണ് നിങ്ങൾക്ക് ഓപ്ഷനകത്തും തന്നിട്ടുണ്ടായിരുന്നു. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ എ.
സെറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇനി നമ്മൾ നോക്കുന്നത് ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? In ICT, which one of the following pairs of acronym and its expansion is incompatible? And we have the options ISP, Internet Service Provider, URL, then we have, URL stands for Uniform Resource Locator, blog is given as web logic, VPN is given as virtual private network. So, ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് തെറ്റായിട്ടുള്ള ആക്രോണിം ആൻഡ് ഇറ്റ്സ് എക്സ്പാൻഷൻ അതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ ICT പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ആണ് ഈ ഷോർട്ട് ഫോംസ് അല്ലെങ്കിൽ ആക്രോണിംസും അതിൻ്റെ എക്സ്പാൻഷൻസും അബ്രിവിയേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ തെറ്റായിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ. സോ ഇതിനകത്ത് തെറ്റായിട്ടുള്ള കോമ്പിനേഷൻ ഏതാണ്? ദാറ്റ് ഇസ് ഓപ്ഷൻ C. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫോട്ടോഗ്രാഫ് occupies 10 MB of storage. A memory stick with 4 GB capacity can store approximately dash such photographs. So ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്? മെമ്മറി യൂണിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സോ യൂഷ്വലി നമുക്ക് നേരത്തെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ മെമ്മറി യൂണിറ്റ്സിൽ നിന്ന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു? നിങ്ങൾ ഇക്വലൻ്റ് ഇപ്പം 1 GB എന്ന് പറഞ്ഞാൽ എത്രയാണ്, അല്ലെങ്കിൽ 1024 MB എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇങ്ങനെയൊക്കെയുള്ളൊരു ഐഡിയ ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിരുന്നത്. അത് മാത്രമല്ല കൃത്യമായിട്ട് ഓർഡർ ചെയ്യുക. GB, ഇപ്പം GB, MB, TB എന്നൊക്കെ പറഞ്ഞ് തന്നാൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക എന്നുള്ളതായിരുന്നു നമുക്ക് യൂഷ്വൽ കേസിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ എസ്പെഷ്യലി റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസ്, എസ്പെഷ്യലി December 2022 എക്സാംസ് നോക്കിയാൽ മെമ്മറി യൂണിറ്റ്സ് റിലേറ്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. നമുക്ക് ചില അതിൻ്റെ ഒരു ബേസിക് ഐഡിയ വെച്ചുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. സിമ്പിളാണ്. നിങ്ങൾക്ക് ആ തോട്ട്, ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് അറിയാമെങ്കിൽ ഭയങ്കര കാൽക്കുലേഷൻ ഒന്നും വേണ്ട കാര്യങ്ങളൊന്നും അല്ല, സിമ്പിളാണ്. പക്ഷെ ഐഡിയ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഈ രീതിയിലുള്ള മെമ്മറി യൂണിറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെ പറ്റി നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അപ്പോൾ ആദ്യത്തെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ ഓർഡർ പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ കുറിച്ച് കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ B. 400 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. Moving to the next question. Given below are two statements. Statement 1 says you can read from and write to RAM, whereas you can read from ROM but you cannot write to ROM. CD-RW stands for compact disk rewritable and can be written to and modified many times, whereas CD-R stands for a compact disk recordable, and R here indicates that the disk is recordable once only. So ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ നോക്കിയാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? You can read from and write to RAM, random access memory. And then the next one is whereas you can read from ROM, but you cannot write to ROM. ROM and the read-only memory. Okay. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ? ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് അപ്പം തന്നെ നമുക്ക് ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് തന്നെയാണ്. അത് അതിൻ്റെ എക്സ്പാൻഷനും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് കൊടുത്തിട്ടുണ്ട്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and statement 2 are true. Moving to the next question. Using the ribbon in MS Word software, the word count command of each of displays the number of words as well as the number of dash in the current document. And we have the options lines, characters, paragraph. So നിങ്ങൾ പൊതുവിൽ ഈ ക്വസ്റ്റ്യൻ ശരിക്കും എന്താ? നമ്മൾ MS ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബേസിക് അവയർനെസ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ MS വേർഡ് ആണെങ്കിലും എക്സൽ ആണെങ്കിലും പവർ പോയിന്റ് ആണെങ്കിലും അതിന്നൊക്കെ ഇടയ്ക്ക് ചില ഷിഫ്റ്റുകളിൽ, നോട്ട് ദാറ്റ് ഫ്രീക്വൻറ്റ് ബട്ട് സ്റ്റിൽ ചില ഷിഫ്റ്റുകളിൽ അവർ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് MS ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഇതിനകത്ത് അവർ ചെക്ക് ചെയ്യുന്ന കാര്യം. അപ്പം ഇതിൽ എന്ത് ചോദിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയതിന് ശേഷം ഇങ്ങനെ MS ഓഫീസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിലുണ്ടെങ്കിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് ത്രൂ അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ D. A, B and C മൂന്നും കറക്റ്റ് ആണ്. നമുക്ക് 3 ഓപ്ഷൻസ് അവിടെ ലൈൻസ്, ക്യാരക്ടേഴ്സ്, പാരഗ്രാഫ്സ് ഉണ്ട്. അത് മൂന്നും നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. Moving to the next question, the last question from Information and Communication Technology. Which of the following statements are correct? Most web browsers. So ഈ വെബ് ബ്രൗസേഴ്സും സെർച്ച് എൻജിൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഐഡിയാസ് ആണ് ICTയിൽ. സോ നിങ്ങൾക്ക് ബേസിക്കലി ഇത് രണ്ടും എന്താണെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡിഫറൻസസ് എന്താണെന്നുള്ളതും ഐഡന്റിഫൈ ചെയ്യണം. സോ അങ്ങനെ ചോദിക്കാം, വെബ് ബ്രൗസർ എങ്ങനെയാണ് സെർച്ച് എഞ്ചിനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്? അല്ലെങ്കിൽ കുറച്ച് ഓപ്ഷൻസ്, 4 ഓപ്ഷൻസ് തന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് ഈ പറയുന്ന വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും തമ്മിൽ ഡിഫറൻസിനെ കുറിച്ച് പരാമർശിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെബ് ബ്രൗസർ വേഴ്സസ് സെർച്ച് എഞ്ചിൻ എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഈ ക്വസ്റ്റ്യൻ പ്രൈമറിലി വെബ് ബ്രൗസേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വെബ് ബ്രൗസേഴ്സ് റിലേറ്റഡ് ആയിട്ട്
തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യണം. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഹാവ് എ ഹോം പേജ്, ഹാവ് ദി എബിലിറ്റി ടു സ്റ്റോർ യൂസേഴ്സ് ഫേവറേറ്റ് വെബ്സൈറ്റ്സ് ഓർ പേജസ്, keep a history of the websites visited by the users, give the ability to go backward and forward websites opened, provide the user with access to ഇന്റർനെറ്റ്. സോ നിങ്ങൾ ഈ ഓപ്ഷൻസ് പരിശോധിച്ചാൽ വെബ് ബ്രൗസേഴ്സിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഇതിനകത്ത് ഈ ഓപ്ഷൻ എന്തായാലും വരില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഈ ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൊവൈഡ് ദ യൂസർ വിത്ത് ആക്സസ് ടു ഇന്റർനെറ്റ്. അതല്ല വെബ് ബ്രൗസറിന്റെ ഉദ്ദേശം. സോ ഈ എന്ന് പറയുന്ന ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്താൽ തന്നെ രണ്ട് ഓപ്ഷൻസ് അവിടെ നിന്ന് നിങ്ങൾക്ക് കളയാം. എയും സിയും അപ്പോൾ എന്തായാലും ആൻസർ ആയിട്ട് വരില്ല. സോ ബി ഓർ ഡി എന്നുള്ളതാണ് നിങ്ങൾ ഫൈനലൈസ് ചെയ്യേണ്ടത്. ബിയും ഡിയും നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ബിയിൽ എ, സി ആൻഡ് ഡി ആണ് നമുക്ക് ഓപ്ഷൻസ്. ഡിയിൽ എ, ബി, സി ആൻഡ് ഡി ആണ്. അപ്പൊ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഇറ്റ് ഹാസ് ദി എബിലിറ്റി ടു സ്റ്റോർ യൂസേഴ്സ് ഫേവറേറ്റ് വെബ്സൈറ്റ്സ് ഓർ പേജസ്. സോ അത് ഒബ്വിയസ്ലി ഒരു വെബ് ബ്രൗസറിന്റെ പ്രത്യേകത തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആൻസർ ചെയ്താൽ എ, ബി, സി ആൻഡ് ഡി ഉള്ളി ആയിരിക്കും റൈറ്റ് ആൻസർ. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയുള്ള 5 ചോദ്യങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ എന്ന മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Statement 1 says, according to ancient Hindu system of education, an aspect of education which is emphasized by the upholders of education in democratic societies, that education should be free as far as practicable. Statement 2 says, according to ancient Hindu system of education, an aspect of education which is emphasized by the upholders of education in democratic society is that education should be compulsory as far as practicable. So, ഇത് രണ്ടും പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും സെയിം ഹിന്ദു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, ഏൻഷ്യന്റ് ഹിന്ദു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷന്റെ രണ്ട് പ്രത്യേകതകളെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒന്ന് ഫ്രീ എഡ്യൂക്കേഷൻ, രണ്ട് കമ്പൽസറി എഡ്യൂക്കേഷൻ. അപ്പോൾ ആ രണ്ട് ആസ്പെക്ട്സ് ആണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിൽ കൊടുത്തിരിക്കുന്നത്. സോ ആ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഫ്രീ എഡ്യൂക്കേഷൻ, എത്രമാത്രം പ്രാക്ടിക്കബിളി നമുക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാമോ അങ്ങനെ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ കമ്പൽസറി ആയിട്ട് എല്ലാവർക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ എ. ദാറ്റ് ഇസ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. Moving to the next question. According to NEP 2020, the first vertical of Higher Education Commission of India, HECI, will be the, and we have the various options given here: National Accreditation Council, National Education Regulatory Council, General Education Council, and Higher Education Grants Council. So, the question is, as it mentioned in the question itself, NEP, New Education Policy related ചോദ്യമാണ്. So, New Education Policy വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എഡ്യൂക്കേഷൻ പോളിസീസ് ഓഫ് ഇന്ത്യ ഇൻ ഇറ്റ്സെൽഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1968, 1986, ലേറ്റർ ഇൻ 2020 ഈ 3 പോളിസീസിനെ കുറിച്ചും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. എസ്പെഷ്യലി റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പോളിസി എന്നുള്ള നിലയ്ക്ക് 2020 കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏരിയയാണ്. സോ അതിനകത്ത് നമ്മൾ NEPയുടെ പ്രധാനപ്പെട്ട അതുമായിട്ട് ആ ഡ്രാഫ്റ്റ് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഒരു അംബ്രല്ല ബോഡി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇൻട്രൊഡ്യൂസിങ് എ സിംഗിൾ അംബ്രല്ല ബോഡി. അതിൻ്റെ പേര് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. സോ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ 4 വേർട്ടിക്കൽസിലായിരിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്ഷൻസിൽ ആ 4 വേർട്ടിക്കൽസും കൊടുത്തിട്ടുണ്ട്. അതിനകത്തെ ആദ്യത്തെ വേർട്ടിക്കൽ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ആദ്യത്തേത് ഏതാണ്? ബി ഓപ്ഷൻ ആണ്, നാഷണൽ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ ആണ്. സോ ഒബ്വിയസ്ലി ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? അക്കോർഡിംഗ് ടു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഡോക്യുമെന്റ്, ദ ടീച്ചർ മസ്റ്റ് ബി ദ ലോക്കസ് ഓഫ് ബേസിക് റിഫോംസ് ഇൻ ദ കൺട്രീസ് എഡ്യൂക്കേഷണൽ റിഫോംസ്. Statement 2 says, historically marginalized or the disadvantaged student sections of the society should get paid quality education irrespective of their place of residence. So, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ പരിശോധിച്ചാൽ ഇതിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. According to National Education Policy document, teacher is considered as the locus of the basic reforms in the country's educational reforms. പക്ഷേ സ്റ്റേറ്റ്മെന്റ് 2, historically marginalized or disadvantaged student sections of the society should get paid quality education irrespective of their place of residence. അപ്പോൾ ആ ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലേ, പെയ്ഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അപ്പോൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പെയ്ഡ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് കിട്ടുക എന്നുള്ളതാണ് ആസ്പെക്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം കുറച്ച് ട്രിക്കിയാണ് ആ സ്റ്റേറ്റ്മെന്റ്. നമ്മളത് ശ്രദ്ധിച്ചു വായിച്ചാലേ നമുക്ക് ചിലപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ എനിവേ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ സി. Statement 1 is true, but statement 2 is false. Moving to the next question, which of the following universities through all university examinations open to girls in 1883
We have various options given here. So this is the right answer എന്ന് പറയുന്നത് factual question ആണ്. So the right answer is option B, Bombay University. So the last and final question from higher education. Given below are two statements, statement 1 and statement 2. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. So let's read the statements. Statement 1 says, Xuanzang visited India and became a student of Takshashila University. And statement 2 says, Xuanzang visited India and became a student of Yoga Shastra. And we have various options given here as well. So, you question പരിശോധിക്കുകയാണെങ്കിൽ obviously the higher education ancient universities ഒക്കെ related ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട ടോപ്പിക്സിൻ്റെ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റ്സിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. സോ Xuanzang ഈസ് ബേസിക്കലി ചൈനീസ് സ്കോളർ. സോ അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യയിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഹീസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് യൂണിവേഴ്സിറ്റി അതറിയാമെങ്കിൽ കാര്യങ്ങൾ ഓക്കെയാണ്. So it's not Takshashila University. He was associated with, or he became a student of Nalanda University. Okay, so in that sense we can say that option in the statement 1 തെറ്റാണ്, പക്ഷേ statement 2 എന്താണ് ശരിയാണ്. So in that sense the right answer for this question is option D. That is statement 1 is incorrect but statement 2 is correct. Moving to the next question. So ഇനിയുള്ള 5 ചോദ്യങ്ങൾ people, development and environment എന്ന മോഡ്യൂളിൽ നിന്നുള്ളതാണ്. Wind farms are, and we have the options, places where winds blow at a speed of more than 5 meters per second, potential places of wind energy generation, places where winds help in good farming practices, large concentrations of wind generators producing electricity. Wind farms എന്ന് പറഞ്ഞാൽ എന്താ? An area which is having a large number of wind generators. അതാണ് ശരിക്കും wind farms എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആൻസർ ഒബ്വിയസ്ലി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ലാർജ് കോൺസെൻട്രേഷൻസ് ഓഫ് wind generators producing electricity. Moving to the next question, match the following question ആണ്. ലിസ്റ്റ് 1-ൽ നമുക്ക് ചില പൊല്യൂഷൻ സോഴ്സസും ലിസ്റ്റ് 2-ൽ ചില കാറ്റഗറീസും തന്നിട്ടുണ്ട്. സീവേജ്, അഗ്രികൾച്ചറൽ ഫെർട്ടിലൈസേഴ്സ്, then land erosion, power plants ഒക്കെയാണ് ലിസ്റ്റ് 1-ൽ ഉള്ളത്. ലിസ്റ്റ് 2-ൽ thermal pollution, sediments, oxygen demanding waste and plant nutrients. So the right answer for this question is option B, A3 ആണ്. That is A can be connected with oxygen demanding waste, B can be associated with 4 agricultural fertilizers, and obviously plant nutrients വരുന്നു. C land erosion, which can be associated with option 2 sediments, and option D power plants, which is associated with thermal pollution. So moving to the next question, which of the following are overwhelming evidence of climate change? So 4 options നമുക്ക് തന്നിരിക്കുകയാണ്. In Alaska, Western Canada and Eastern Russia, average temperatures have increased by over 4 degrees Celsius during past 50 years. B says tropical regions have warmed much faster than rest of the world. Mount Kilimanjaro has lost 85% of its famous ice cap since 1950. And then we have option D. Over the last century, the average global temperature has climbed 0.6 degrees Celsius. So, തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്താ? ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് സംസാരിക്കുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള എവിഡൻസസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ആണ്. സോ ഇഫ് യു ജസ്റ്റ് ഗോ ത്രൂ ദി ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും എ, അതിനുശേഷം സി ആൻഡ് ദെൻ ഡി. ഈ 3 ഓപ്ഷൻസും ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടുള്ളതാണ്. ബി ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത്, ഓർ ഇറ്റ് കനോട്ട് ബി സെഡ് ആസ് എൻ എവിഡൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. സോ eliminating B option, the other 3 A, C and D will be the right answer. So that is option B. So the right answer is obviously option B. അടുത്ത ചോദ്യം, given below are 2 statements. One is labeled as assertion and the other is labeled as reason. Assertion says many human activities increase both the severity and frequency of floods. Right ആണ്, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. റീസൺ പറയുന്നത് എന്താ? Paved roads and parking lots increase water infiltration into the soil and slow down the rates of runoff in streams and lakes. So അത് ശരിയാണോ? റോഡ്സ് പേവ് ചെയ്യുക അല്ലെങ്കിൽ പേവ്ഡ് ആയിട്ടുള്ള റോഡ്സും പാർക്കിംഗ് ലോട്ട്സും ഫിൽട്രേഷൻ, വാട്ടർ സോയിലിലേക്ക് ഫിൽട്രേറ്റ് ചെയ്ത് ഇറങ്ങുന്നതിനെ ഇൻക്രീസ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല, അത് കുറയ്ക്കുകയാണ്. ഇൻ ദാറ്റ് സെൻസ് നമുക്ക് എന്ത് പറയാം? അസേർഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയും റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റുമാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, റൈറ്റ്? എ ഇസ് ട്രൂ ബട്ട് ആർ ഇസ് false. Moving to the next question, the loss and damage funding in the context of climate change impacts was agreed upon by the international community at, we have various COPs given as option, and the right answer for this question is option D, that is COP 27. So നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം.
മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മളിതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കും, ഏത് ഏരിയയിൽ നിന്നാണ് ചോദിച്ചത് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആൻഡ് റൈറ്റ് ആൻസേഴ്സ് കറക്റ്റായിട്ട് ഫൈനൽ ആൻസറിൽ ഏതാ വന്നിരുന്നത് എന്നുള്ളതും പരിശോധിക്കാം. കാൽക്കുലേഷൻ പാർട്ട് നമ്മൾ ഈ സെഷനിൽ നോക്കുന്നില്ല, കാരണം നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻസിലല്ല ഫോക്കസ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂളിൽ നിന്ന് ആദ്യമായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഷിഫ്റ്റിൽ ചോദിച്ച ചോദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ഹി ഹാവ് ദ ക്വസ്റ്റ്യൻ. A certain principal amount in 2 years at some simple interest becomes rupees 10,000 and the same principal amount at the same rate of simple interest becomes rupees 11,000 in 3 years. Find the principal and rate of interest. So we have various options given here: 9,214%, 8,513.5%, 9,013%, 8,012.5%. So നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു പെർട്ടിക്കുലർ പ്രിൻസിപ്പൽ എമൗണ്ട് 2 വർഷം അതിന് സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും 10,000 രൂപയായി മാറി. ആ സെയിം പ്രിൻസിപ്പൽ എമൗണ്ട് തന്നെ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ, അതായത് സെയിം റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ 3 വർഷത്തിൽ 11,000 റുപ്പീസ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, 8,012.5%. അടുത്ത ചോദ്യം. Raman said to Aman, that boy playing football there is the younger of the 2 brothers of the daughter of my father's wife. How is the boy playing football related to Raman? And we have the options cousin, brother-in-law, son and brother. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലഡ് റിലേഷൻ. ഇപ്പോൾ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിൽ നമുക്ക് ഇത്തരത്തിലുള്ള നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, ഡിറക്ഷൻ, അതുപോലെ ബ്ലഡ് റിലേഷൻ, അങ്ങനത്തെ ഏരിയാസ് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ദെൻ ആവറേജ്, പെർസെൻറ്റേജ് റേഷ്യോ, അങ്ങനെയുള്ള ഏരിയാസും അതിനകത്ത് തന്നെയാണ് വരുന്നത്. സോ ഈ ചോദ്യം ഇസ് അസോസിയേറ്റഡ് വിത്ത് ഒബ്വിയസ്ലി നമ്മൾ പറഞ്ഞതുപോലെ ബ്ലഡ് റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സോ ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗേൾ സ്റ്റാർട്ട്സ് ഫ്രം a point P and walks 10 meters in the northwest direction and reaches the point Q. She then turns to her left and walks 10 meters to a point R, which is directly westward to point P. She again moves towards southeast direction and goes 10 meters and reaches a point S, which is directly southward to point Q. From the point S, she turns towards point P and walks 10 meters. What is the shape of the geometrical figure TQRS? So ഈ ക്വസ്റ്റ്യൻ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ഡിറക്ഷൻ സെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ എനിവേ ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വിച്ച് വാസ് ഗിവൻ ഇൻ ദ ഫൈനൽ ആൻസർ കീ is option C, that is square. Moving to the next question. In a certain code language, trouble is written as ETLRBOU. How problem will be written in that language? So we have various options given here. So ചോദ്യം എന്താണ്, ഇത് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. സോ ഒരു പെർട്ടിക്കുലർ കോഡ് ലാംഗ്വേജ് ട്രബിൾ എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേൺ കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് പ്രോബ്ലം എന്ന വാക്കിനെ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാം, അതാണ് ക്വസ്റ്റ്യൻ. സോ ദ റൈറ്റ് ആൻസർ വിച്ച് വാസ് ഗിവൻ ഇൻ ദി ഫൈനൽ ആൻസർ കീ വാസ് ഓപ്ഷൻ സി. Next question. What number should replace question mark in the series given below? 15, then again 15, then we have 22.5, 45, 112.5, 337.5. So ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ബേസിക്കലി ഈ ഒരു നമ്പർ സീരീസിൽ നെക്സ്റ്റ് നമ്പർ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്. സോ നമ്പർ സീരീസ്, ലെറ്റർ സീരീസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ വിച്ച് വാസ് ഗിവൻ ഇൻ ദ ഫൈനൽ ആൻസർ കീ വാസ് ഓപ്ഷൻ എ, that is 1181.25. Moving to the next set of questions. DI ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. അഗെയിൻ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിരിക്കും നോക്കുക, കാൽക്കുലേഷനിലേക്ക് പോകുന്നില്ല. സോ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്താണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് 5 കമ്പനീസ് A to E ഇൻ ദ ഇയർ 2021. 2021 A to E എന്ന് പറയുന്ന 5 കമ്പനീസിന്റെ ഇൻകവും അവരുടെ എക്സ്പെൻഡിച്ചറുമാണ് നമുക്ക് ഡേറ്റ ആയിട്ട് ടേബിളിൽ തന്നിരിക്കുന്നത്. ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ കമ്പനി ഈസ് ഗിവൻ ബൈ. സോ അതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ ഈ ഡേറ്റ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ, കമ്പനി ഡാഷ് ഏൺ ദ മാക്സിമം പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഇൻ ദ ഇയർ 2021. അപ്പോൾ ഏത് കമ്പനിക്കാണ് 2021 ഏറ്റവും മാക്സിമം പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടായതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. സോ പെർസെൻറ്റേജ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. ഈ പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസും അതുപോലെ തന്നെ ആവറേജ് റേഷ്യോ ഇതുപോലുള്ള ഐഡിയാസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലെയുള്ള കോൺസെപ്റ്റുകളും ചിലപ്പോൾ നമുക്ക്
data interpretation questions ആവശ്യമായിട്ട് വരും. So the right answer for this question is option D, which is company D. Company D earned the maximum percentage profit in the year 2021. അടുത്ത ചോദ്യം, the companies A and B together had a percentage profit or loss of, and we have the options 12% loss, 10% profit, 10% loss, and finally there was no loss or profit. So the right answer for this question, which was given in the final answer key, is option D, that is there was no loss or profit. Adutha chodyam, in 2021 the approximate percentage of profit or loss of all the 5 companies taken together was, and we have the options 5% profit, 4% loss, 7% loss, 10% profit, and the right answer is option A, that is 5% profit. Next question, if the income of company D in 2021 was 10% more than its income in 2020 and the company had earned a profit of 20% in 2020, then its expenditure in million in 2020 was approximately, and we have various options given here, and the right answer which was given in the final answer key is option B, 30.30. Moving to the next question, DIL ninnulla last and final question aanu. So the question goes like this. For company E, if the expenditure had increased by 20% in the year 2021 from the year 2020 and the company had earned a profit of 10% in 2020, then the company's income in million in 2020 was, and we have various options given here, and the right answer given in the final answer key is option C, that is 41.25. So നമ്മുടെ final set of questions ലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. Obviously ഏത് മൊഡ്യൂളാണ്? റീഡിംഗ് കോംപ്രിഹെൻഷൻ. സോ ഒരു പാസേജ് നമുക്ക് തരും, അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. സോ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ആ പാസേജ് കാണാനായിട്ട് സാധിക്കും. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു പാസേജ് ആണ്. സോ ഈ പാസേജ് എൻറ്റയർലി നമ്മൾ വായിക്കുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾക്ക് പാസേജും ഈ ക്വസ്റ്റ്യൻസും യൂസ് ചെയ്യാം. സോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഈ എൻറ്റയർ ഈ ഒരു പാസേജ് വായിക്കുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, ആൻസർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്യാം. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഒരു പ്രാക്ടീസിന് വേണ്ടി അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും DIയുടെ ക്വസ്റ്റ്യൻസും അങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ക്വസ്റ്റ്യൻസും അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. സോ ഇതിൽ നിന്നുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ നേവൽ എക്സ്പെഡീഷൻ അഗെയിൻസ്റ്റ് മലയ വാസ് സെന്റ് ബൈ, ആൻഡ് വി ഹാവ് വേരിയസ് ഓപ്ഷൻസ് ഗിവൻ ഹിയർ, ആൻഡ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ D, ദാറ്റ് ഇസ് ചോല റൂളർ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് a statement based question. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? Statement 1 says trade between India and China always occurred in the Chinese ships as these were always better than the Indian ships. Statement 2, Malaya was located in Kerala, and ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്, which is both statement 1 and statement 2 are incorrect. അടുത്ത ചോദ്യം, which among the following factors played an important role in India's trade with China? Shipbuilding in India, strong navy, skill and enterprise of the traders. So right answer ഏതാണ്? The right answer was given as option D. Aയും Bയും Cയും right ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. So the right answer is D. അടുത്ത ചോദ്യം, Indian oilers from which of the following regions try to encourage trade with China? Bengal, Gujarat, South India. And the right answer is option C, that is A and C only, Bengal and South India. അടുത്ത ചോദ്യം, the last and final question from reading comprehension and also ഈ ഒരു പെർട്ടിക്കുലർ ഷിഫ്റ്റിലെയും അവസാനത്തെ ചോദ്യമാണ്. ഷിപ്പ്യാർഡ് ഇൻ ഇന്ത്യ വെർ ലൊക്കേറ്റഡ് അറ്റ് ബംഗാൾ, ഒറീസ, സൗത്ത് ഇന്ത്യ, ഗുജറാത്ത് കോമ്പിനേഷൻ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ D. A, B, C and D ആണ്. ബംഗാൾ, ഒറീസ, സൗത്ത് ഇന്ത്യ ആൻഡ് ഗുജറാത്ത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ D. സോ ഈ സെഷനിൽ NTA UGCന്റെ ഡിസംബർ 2022 എക്സാമിൽ എക്കണോമിക്സ് ഷിഫ്റ്റ് 1ലെ പേപ്പർ 1 ചോദ്യങ്ങളും അതിൻ്റെ ഫൈനൽ ആൻസർ കീയിലെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങളുടെ അടുത്ത അറ്റംപ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിൽ ഹെൽപ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.